ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ഏതാണ്ട് അവസാന സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് 12 കണ്ടസ്റ്റൻസുമായിട്ട് 10 എപ്പിസോഡുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. സോ ഇനി പ്രേക്ഷകരുടെ വോട്ടിങ്ങും എല്ലാം കൂടെ ചേർത്തായിരിക്കും ഫൈനലായിട്ട് ബിഗ് ബോസ് സീസൺ 8ലേക്ക് കടക്കാൻ പോകുന്ന കോമണേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. കോമണേഴ്സ് എത്ര പേരെത്തുമെന്ന് ഇതുവരെയും ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. കഴിഞ്ഞൊരു തെലുങ്കു സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 6 കണ്ടസ്റ്റൻസ് എങ്കിലും മിനിമം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീസൺ 8 ആയതുകൊണ്ട് 8 പേരെയെങ്കിലും കടത്തിവിടട്ടെ കോമണേഴ്സ് ആയിട്ട് നമ്മൾ പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേസ് നമുക്ക് നോക്കാം. 12 കണ്ടസ്റ്റൻസ് ഇപ്പോൾ നിലവിൽ അഗ്നിപരീക്ഷ സ്റ്റേജിൽ ഉണ്ട്. ഇവരിൽ നിന്ന് ആരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് യോഗ്യതയുള്ളത്, നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് താല്പര്യം ആരൊക്കെ വരണമെന്നാണ് എന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമ്മൾ ആ 12 കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് ഞാൻ പറയാം. അഫിയാനാസ്, അതുപോലെ തന്നെ എൽദോ, അടുത്തത് നമ്മുടെ ലൊലിത, അടുത്തത് പൂജ, പിന്നീട് നമ്മുടെ രാഗേഷ്, പിന്നീടുള്ളത് ഷാമോൻ, അതുപോലെ തന്നെ ഷിബിന, പിന്നെ നമ്മുടെ ഷിജിൻ, ഷിജുലാൽ, അടുത്തത് ശ്യാം, അതുപോലെ സോണ, പിന്നെ നമ്മുടെ തഷി. ഈ 12 കണ്ടസ്റ്റൻസിൽ എന്നെ സംബന്ധിച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ പേഴ്സണലി കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ മികച്ച രീതിയിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ മികച്ച അല്ലെങ്കിൽ എല്ലാ ഗെയിമുകളിലും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ആരാണോ നമ്മുടെ പേഴ്സണാലിറ്റി അതേപോലെ കീപ്പ് ചെയ്ത് ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ് നമ്മുടെ രാഗേഷ്. അതുപോലെ തന്നെ ഷിജുലാൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. പിന്നെ എൽദോ, പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട് നമ്മുടെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നു, അച്ചടി ലാംഗ്വേജിൽ സംസാരിക്കുന്നു, ഇതൊക്കെ ആളുടെ പേഴ്സണാലിറ്റിയാണ്, പുള്ളിയുടെ ഇഷ്ടങ്ങളാണ്, പുള്ളി എങ്ങനെ വരുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നുമല്ല. ടാസ്കുകളിൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നടത്തുന്നുണ്ട്, അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പറയുന്നുണ്ട്. സോ നമ്മുടെ എൽദോ മികച്ച രീതിയിൽ പോകുന്നുണ്ട്. അടുത്തത് നമുക്ക് സോന. ആള് പലരും പറയുന്നുണ്ട് ഫേക്ക് ആണ്, ഡബിൾ സ്റ്റാൻഡ് ആണ്. ബട്ട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന നിലയിൽ സോനയാണെന്നുണ്ടെങ്കിലും കുറച്ച് എന്താ പറയുന്നത്, എല്ലാവരോടും പ്രതികരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ആർജവം കാണിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസിലൊക്കെ പോയിട്ട് താണുവണങ്ങി നിന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള കോമണേഴ്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പവർഫുൾ ആയിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ജഡ്ജസിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടൊക്കെ നമ്മുടെ ഷിബിനയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഷിബിനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഷിബിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മുൻനിരയിലേക്ക് കയറ്റിവിടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ ഷിബിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യുന്നതായിട്ടൊന്നും കണ്ടില്ല. അവിടെ ഇവിടെയൊക്കെ പലരെയും ചതിച്ചും അതുപോലെ കൂടെ നിന്നവരെയൊക്കെ വിശ്വാസവഞ്ചനയൊക്കെ നടത്തി മുന്നിലേക്ക് കയറി വരുന്ന കാഴ്ചകളൊക്കെ പല ടാസ്കുകളിലും നമ്മൾ കണ്ടതാണ്. അതല്ലാതെ പ്രത്യേകിച്ചൊരു എന്താ പറയുന്ന ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് വരാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ്, കോമണർ കണ്ടസ്റ്റന്റ് എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. സ്റ്റിൽ ഇപ്പോഴുള്ള 12 കണ്ടസ്റ്റൻസിൽ എല്ലാവരും വേണമല്ലോ. ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസും കുറച്ച് വെറുപ്പിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ പ്രേക്ഷകർക്ക് സംസാര വിഷയമാകാൻ ആളുകൾ ഉണ്ടാകത്തുള്ളൂ. സോ ഷിബിനെയും നമുക്ക് സാധ്യതാ ലിസ്റ്റിൽ പറയാൻ സാധിക്കും. പിന്നീട് ഒരു യങ് കോമണർ കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ലോലിതയ്ക്ക് ഒരു അവസരം ഞാൻ കാണുന്നുണ്ട്. ആള് സ്ട്രോങ് ആണ്, ടാസ്കുകളിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. യങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചുറുചുറുക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്. പിന്നെ ആ പ്രായത്തിന്റെ പക്വതയും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് താനും. സോ ഈ ഒരു സീസണിലേക്ക് ഒരു അവസരം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം പ്രേക്ഷകരുടെ തീരുമാനം എങ്ങനെയാകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നീട് വരുന്ന നമ്മുടെ അഫിയാനാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ടോപ്പ് 12 വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. വളരെ സ്ട്രോങ് ആണെന്നൊക്കെ സ്വയം പറയുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യേകിച്ച് നമുക്ക് ഒരിടത്തും കാണാനായില്ല. വെറുതെ സംസാരിക്കുമ്പോൾ കുറച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നല്ലാതെ ജഡ്ജസിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഒരു മൈനർ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അതല്ലാതെ ഒരു മികച്ച ഗെയിമർ, മികച്ച രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ മാത്രമുള്ള എന്ത് സംഭവമാണ്, അല്ലെങ്കിൽ ഈ ടോപ്പ് 12 എങ്ങനെ എത്തി എന്ന് എനിക്ക് വ്യക്തതയില്ല. എനിവേസ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക. സോ അഫിയാനാസിന്റെ കാര്യം എനിക്കറിയില്ല. ബട്ട് എന്താ പറയുന്നത്, നമ്മുടെ ജഡ്ജസിന്റെ ഒക്കെ ഒരു സപ്പോർട്ടോട് കൂടി ചിലപ്പോൾ കയറിയേക്കാം, കയറാതിരിക്കാം. അടുത്തത് ഷാമോൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ബട്ട് കുറച്ചൊക്കെ ഒരു സേഫ് ഗെയിം കളിച്ച് ബാക്കിലേക്ക് നിൽക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തത് ഷിജിൻ ആണ്. ഗെയിമുകളിൽ അടിപൊളിയാണ്, ബട്ട് സംസാരിക്കാൻ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കേപ്പബിലിറ്റിയുടെ കുറവ് ഷിജിനിൽ ഞാൻ കാണുന്നുണ്ട്. അതല്ലാതെ ആളെ സംബന്ധിച്ച് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പറയാൻ സാധിക്കത്തില്ല. ബട്ട് ടാസ്കുകളിലൊക്കെ ആക്റ്റീവായിട്ട് അടിപൊളി വൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ തഷി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആള് വളരെ സ്ട്രോങ് ആണ്. ഏത് സമയത്തും ആരെ വേണമെന്നുണ്ടെങ്കിലും ടാസ്കുകൾ വിജയിക്കാൻ വേണ്ടി മുന്നോട്ടൊരു പോക്കിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആരെ ചതിക്കാനും മടിയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ആള് തന്നെ പറഞ്ഞു കഴിഞ്ഞു. സോ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബട്ട് ഈ ഒരു 1-2 ദിവസമായിട്ട് ആള് വളരെ സൈലന്റ് ആണ്, അധികം ഫ്രണ്ടിലേക്കൊന്നും കാണുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ പോലും തഷീനെ ഫ്രണ്ട്
മുൻനിരയിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചില്ല. സോ എങ്ങനെയാകും മുന്നോട്ടുള്ള അവസ്ഥ എന്ന് അറിയത്തില്ല. എനിവേസ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പൂജ അതുപോലെ തന്നെ ശ്യാം. ഇതിൽ പൂജ ഈ ഒരു സീസൺ അഗ്നിപരീക്ഷയുടെ സീസൺ തുടങ്ങുന്ന സമയത്ത് തുടക്കം ഈ ശ്യാമുമായിട്ടൊരു ഉടക്കുകൂടി ആ ലോക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സെന്റിമെന്റൽ ഇമോഷണൽ ഡ്രാമയൊക്കെ നടത്തി ആദ്യ 20 കണ്ടസ്റ്റന്റിലേക്ക് കടന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു എന്നതല്ലാതെ പിന്നീട് അങ്ങോട്ട് പൂജയൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എങ്ങനെയാണ് ടോപ്പ് 12-ൽ എത്തിയതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. സോ പൂജ മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ്, ബട്ട് ആള് വളരെ സ്ട്രോങ് ആയിട്ടാണ് എന്ന് തോന്നുന്നു, സംസാരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇന്ന് പോലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഡബിൾ സ്റ്റാൻഡ്, സ്വന്തം നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടാസ്കിനനുസരിച്ച് അവിടെ ഒരു ഫേവറിസം കിട്ടാൻ വേണ്ടി എന്ത് വേണമെന്നുണ്ടെങ്കിൽ പറയും എന്നുള്ള ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിലപാടുകളുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ടാസ്കിലാണെന്നുണ്ടെങ്കിൽ പോലും മികച്ച രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്തത് ശ്യാമാണ്. ആള് വളരെ ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആളുടെ കുറച്ച് മൈനസ് സൈഡൊക്കെ എടുത്തു പറഞ്ഞ് കുറച്ച് സെന്റിമെന്റൽ ഡ്രാമയൊക്കെ നടത്തി കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ആക്കി എങ്ങനെയെങ്കിലും സീസൺ 8-ലേക്ക് കടന്നുകൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി. ടാസ്കുകളിലൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് കണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് എന്താ പറയുന്ന വളരെ പിന്നിലേക്ക് പോകുകയും മുൻനിരയിലേക്ക് വരാതെ അഭിപ്രായങ്ങളൊന്നും സ്ട്രോങ് ആയിട്ട് പറയാൻ സാധിക്കാതെ വളരെ പിന്നിലേക്ക് പോകുന്ന ഒരു ശ്യാമിനെയാണ് പിന്നീട് കാണുന്നത്. ടാസ്കുകളിലൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടണമല്ലോ എന്ന് കരുതി മറ്റുള്ളവരിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അറ്റൻഷന് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എനിവേസ് നമുക്ക് നോക്കാം ഈ ഒരു 12 കണ്ടസ്റ്റൻസിൽ ആരൊക്കെയാണ് ഈ ഒരു സീസൺ 8-ലേക്ക് വരാൻ സാധ്യതയെന്ന് നിങ്ങൾ കരുതുന്നതെന്ന് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒന്ന് നമുക്ക് രാകേഷിനെ നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് ഒരു യങ് കണ്ടസ്റ്റന്റ് ആയിട്ട് അഗ്നിപരീക്ഷയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലളിതയെ പറയാൻ സാധിക്കും. അടുത്തത് ഷിജുലാലിനൊരു അവസരമുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സോനയ്ക്കൊരു സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അടുത്തത് ഷിബിന, ജഡ്ജസിന്റെ സൈഡിൽ കൂടെ ഒരു ഫേവറിസം കിട്ടിയിട്ട് ഷിബിനെ കൂടെ കയറ്റി വിടാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അടുത്തത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽദോ അതുപോലെ തന്നെ അഫയാനാസ്, ഇവർക്ക് ആർക്കെങ്കിലും ഒക്കെ ജഡ്ജസിന്റെ സൈഡിൽ നിന്നും കൂടെ ഒരു ഫേവറിസം കിട്ടി ചിലപ്പോൾ ഈ ഒരു സീസണിലേക്ക് കയറി പോകാനുള്ള സാധ്യതകളുണ്ട്. എനിവേസ് ഇത്രയും പേരാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും സാധ്യതകൾ ഇല്ല എന്നല്ല, എനിക്ക് തോന്നിയ ഒരു 4-5 പേരുടെ പേരുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അഗ്നിപരീക്ഷ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.